എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോട്ട് റോക്കേഴ്സ് 255 Pro Plus ബിഗ് ബില്യൺ ഡേയിൽ 899 രൂപയ്ക്കും ഇപ്പോൾ ബിഗ് ദിവാലി സെയിലിൽ 999 രൂപയ്ക്കും കാണാൻ സാധിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് കുറേ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺബോക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോട്ട് റോക്കേഴ്സ് 255 Pro Plus നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറഞ്ഞത്. ഏറ്റവും മുന്നിലായിട്ട് റോക്കേഴ്സ് 255 Pro Plus എന്നും കൂടാതെ ബോട്ടിന്റെ ലോഗോയും കാണാൻ സാധിക്കും. ബോക്സ് ഉണ്ട് നമ്മുടെ സെയിം 255ന്റെ പോലെ തന്നെയാണ്, ഒരു ട്രാൻസ്പെറന്റ് പോർഷനൊക്കെ ഫ്രണ്ടിലുണ്ട്. നമുക്ക് നെക്ക് ബാൻഡ് പൂർണ്ണമായും കാണാൻ സാധിക്കും അവിടെ ഇരിക്കുന്നത്. ഇനി പിറകിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ടാകും, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ഇവിടെ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുവാണെങ്കിൽ ഓഗസ്റ്റ് 2021 മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 3990 രൂപയാണ്. മെയ്ഡ് ഇൻ ചൈന എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വാറന്റി എന്ന് പറയുന്നത് 1 വർഷമുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് ആക്റ്റീവ് ബ്ലാക്ക് ആണ്. ഇതല്ലാണ്ട് ടീൽ ഗ്രീൻ അതേപോലെ തന്നെ നേവി ബ്ലൂ എന്നിങ്ങനെ 2 കളേഴ്സിൽ കൂടി അവൈലബിൾ ആണ്. ഏതിനായാലും നമുക്ക് 1499 രൂപയാണ് ഇപ്പോൾ ഓൺലൈനൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഓഫർ സമയത്ത് 999 രൂപ 899 രൂപ ഇങ്ങനെ പല റേറ്റിനും ഇത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതേ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ നെക്ക് ബാൻഡ് കൂടെ ലഭ്യമാകുന്നത് നോക്കുവാണെങ്കിൽ ഒരു ടൈപ്പ് സി മിനി കേബിളും 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കർ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. അതിലൊന്ന് വാറണ്ടി കാർഡാണ്. കൂടാതെ നമ്മുടെ യൂസർ ഗൈഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട് നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 255 Pro Plus. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഇവരിവിടെ ഈ ഒരു ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ്. എന്തായാലും അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നല്ല ക്രൗഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോയ്സി ആയിട്ടുള്ളൊരു സറൗണ്ടിങ്സിൽ നമ്മൾ നിന്നിട്ട് പാട്ട് കേൾക്കുമ്പോഴൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്നത് ഒരു റബ്ബർ ടൈപ്പ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നെക്കാണ്. തൊട്ട് താഴെ കാണുന്ന 2 കമ്പാർട്ട്മെന്റ്സുകളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ളൊരു പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ബോട്ടിന്റെ ലോഗോ രണ്ടിലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. വലതുവശത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ആ ഒരു ഇൻലൈൻ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. അവിടുത്തെ ആ ഒരു വയേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ 255 പ്രോയിൽ അല്ലെങ്കിൽ 255 ഉള്ള അതേപോലത്തെ ഫ്ലാറ്റ് ടൈപ്പ് വയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി കൂടുതലാണ് ഈ ഒരു വയേഴ്സിന്. ഇൻലൈൻ കൺട്രോൾ പാനൽസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ സൈസാണ്. നല്ല ഒരു ഭയങ്കര ബൾക്കി ഫീലാണ് നമുക്ക് ആക്ച്വലി ഒരു ഇൻലൈൻ കൺട്രോളിന്. കുറച്ചുകൂടി ഒരു സ്ലിം ആയിരുന്നെങ്കിൽ ഒത്തുകൂടി ഒരു പ്രീമിയം ടച്ച് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇട്ടേക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്ലസ് ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ MFB ഉണ്ട്, കൂടാതെ മൈനസ് ബട്ടൺ ഉണ്ട്. സൈഡിലായിട്ടൊരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. കൂടാതെ ഏറ്റവും പുറകിലായിട്ട് നമ്മുടെ LED ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. ഇനി ഇയർബഡുകളെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ടിപ്പിക്കലായിട്ടുള്ള ബോട്ടിന്റെ ഡിസൈൻ ഏതാണോ അത് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പുറകിലായിട്ട് 2 ബോട്ടിന്റെ ലോഗോ ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു സ്നഗ് ഫിറ്റോട് കൂടിയിട്ട് ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഇവിടെ, അത് തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. ഒരു ബ്ലാക്കിഷ് കളറിലാണ് നമുക്ക് ഈ ഒരു ഇയർബഡ് കാണാൻ സാധിക്കുന്നത്. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകളും നമുക്ക് ലഭ്യമാകുന്നത്. ഈ ഒരു നെക്ക് ബാൻഡിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു സവിശേഷത ഉണ്ട്. ഇതിൽ നമുക്ക് കോൾകോമിന്റെ ചിപ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് കോൾകോമിന്റെ ആപ്റ്റെക്സ് കോഡൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ CVC നോയ്സ് ക്യാൻസലേഷൻ ആ ഒരു ടെക്നോളജിയും ഇതിലുണ്ടാവും. എന്തായാലും ഈ ഒരു കോൾകോം ആപ്റ്റെക്സ് കോഡൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് SBC നിന്നും AAC മാത്രമേ സ്വിച്ച് ഓവർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ആപ്റ്റെക്സ് അവിടെ കാണിക്കുന്നില്ലായിരുന്നു. പൊതുവേ ഈ ഒരു നമ്മുടെ റീസെന്റ് ആയിട്ട് ബോട്ടിന്റെ അൺബോക്സ് ചെയ്ത 355 പോലും SBC നിന്ന് ആപ്റ്റെക്സിലോട്ടായിരുന്നു മാറ്റാൻ പറ്റുന്നത്. ഞാൻ ആപ്റ്റെക്സ് ഇട്ട് കേട്ടപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ആ ഒരു AAC ആണ് കാണിക്കുന്നത്, ആപ്റ്റെക്സ് ഇവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന്മാർ പറയണ ഈ ഒരു കോൾകോം ചിപ്സെറ്റ് ആണോ അതല്ല കോൾകോം CVC നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ടോ എന്ന് തന്നെ നമ്മളിത് എന്താ പറയുക യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ 300 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ ലഭ്യമാകുന്നത്. 300 mAh നിന്നും നമുക്ക് 40 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ ഈ ഒരു 300 mAh 1.5 മണിക്കൂർ മതി 100% ചാർജ് ആകാനായിട്ട്. ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 10 മണിക്കൂർ നമുക്ക് പ്ലേ ബാക്ക് ടൈം ലഭ്യമാണ്.
ലഭ്യമാകും. അതേപോലെ തന്നെ സ്റ്റാൻഡ് ബൈ, ഇതിനകത്ത് നമുക്ക് ആ ഒരു മാഗ്നറ്റിക് കൺട്രോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇത് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ നമുക്ക് ഒരു 100 മണിക്കൂറാണ് സ്റ്റാൻഡ് ബൈ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 ദിവസം 3 ദിവസം നമ്മളിത് എന്താ പറയുക ഓൺ ആക്കിയിട്ടിട്ട് നമ്മുടെ കഴുത്തിലിട്ടിരുന്നാലും ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഡ്രെയിൻ ആകാൻ പോകുന്നില്ല ബാറ്ററി. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് IPX7 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഡ്രിസിലിംഗിലാണെങ്കിലും നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്താലും ഇത് പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചു പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 വർഷം നമുക്ക് വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും നമ്മൾ അയച്ചു കൊടുത്താൽ തിരിച്ച് പുതിയൊരു പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. ഒരു റിപ്പയറിംഗ് ഒന്നുമില്ല, റീപ്ലേസ് ഓൺലി ആണ്. ബോട്ടിൻ്റെ അല്ലെങ്കിൽ പൊതുവെ ഉള്ള എല്ലാ ഇയർബഡുകളിലും ഇതുപോലെ തന്നെയാണ്, റിപ്പയറിംഗ് ഒന്നും ഇല്ല, റീപ്ലേസ് ഓൺലി ആണ്. ഇനി ബേസിക് ആയിട്ടുള്ള നമ്മുടെ കൺട്രോൾ പാൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ MFBയിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ റീസെന്റ് ആയിട്ട് ആരെയാണോ വിളിച്ചിരിക്കുന്നത് അവരിലേക്ക് കോൾ റീഡയറക്റ്റ് ആകുന്നതാണ്. കൂടാതെ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും. മൈനസ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. കൂടാതെ പ്ലസ് ബട്ടണിൽ നമ്മൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നെക്സ്റ്റ് ട്രാക്കിലേക്കും മൈനസിൽ ഞെക്കുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഈ ഒരു കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിനകത്ത് ആ ഒരു Qualcomm CVC നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Rockerz 255Pro Plusൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ അത്യാവശ്യം നോർമലിയാണ് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൈക്ക് ക്വാളിറ്റി ഞാൻ സംസാരിക്കുന്നത് ഇത് മതിയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോളിങ്ങിന് വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. ഇനി അതല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വേണമെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ് നോക്കാവുന്നതാണ്. എന്തായാലും കോൾ നോയിസ് ക്യാൻസലേഷൻ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഉറപ്പായിട്ടും പുറത്തൊക്കെ പോയിട്ട് സംസാരിച്ചാൽ മാത്രമേ അത് അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഔട്ട്ഡോറിലുള്ള കോൾ നോയിസ് ക്യാൻസലേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ലോ ലേറ്റൻസിയിൽ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമന്റ് ഇടുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യാം. ഇനി മ്യൂസിക് ക്വാളിറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ്. അതുകൊണ്ട് തന്നെ ബേസ് ലവേഴ്സ് ഈ ഒരു 255 Pro Plus വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. എന്നാൽ ഇവിടെ ഞാൻ ആ ഒരു വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടപ്പോഴത്തേക്കും അവിടെയും നമുക്ക് ആ ഒരു എന്താ പറയുക ബേസ് ഡോമിനേറ്റഡ് ആകുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരോചകത്വം ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ബേസ് ലവേഴ്സിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. നല്ല ഇടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 255 Pro Plus നല്ല രീതിക്ക് അവർ എൻജോയ് ചെയ്യുന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. 100% ഞാൻ പാട്ടിട്ടപ്പോഴും ആ ഒരു AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പതർച്ചയൊന്നും സംഭവിച്ചില്ല, പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് ആ ഒരു ബേസ് നല്ല ഡോമിനേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ 100% നമുക്ക് പാട്ടുകൾ അങ്ങനെ കേൾക്കാനും പറ്റത്തില്ല. ഇനി ലേറ്റൻസിനെ കുറിച്ച് വീഡിയോ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് പറയുവാണെങ്കിൽ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ ലോ ലേറ്റൻസി മോഡുള്ള പ്രോഡക്റ്റുകളിൽ നമ്മൾ ആൻഡ്രോയിഡിന്റെ ഡീഫോൾട്ട് പ്ലെയറിൽ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അവിടെ നല്ല ഡിലേ ഉണ്ടാവും. എന്നാൽ ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്ക് ലോ ലേറ്റൻസി മോഡ് ഇല്ല, എന്നാൽ പോലും ആൻഡ്രോയിഡിന്റെ ഡീഫോൾട്ട് പ്ലെയറിൽ പോലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയണ്ടല്ലോ നമ്മുടെ MX പ്ലെയറിലും യൂട്യൂബിലും ഒക്കെ പെർഫെക്ഷന് വേറെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. കൂടാതെ ഗെയിമിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ എവിടെയൊക്കെയോ ചെറിയൊരു ഡിലേ ഉണ്ട്. നമുക്ക് ഗെയിമിങ്ങിന് വേണ്ടി വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ലോ ലേറ്റൻസി മോഡുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് കുറച്ചൊരു ബെറ്റർ എന്ന് പറയുന്നത്. കാരണം ഞാൻ PUBG കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഡിലേ എനിക്ക് എവിടെയൊക്കെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ആയിരിക്കും പേഴ്സിലൊക്കെ നമ്മൾ കളിക്കുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക ഒരു കിക്ക് കൊടുക്കുവാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും ആ കിക്ക് കേൾക്കുന്നത്. കുറച്ച് നേരം എന്ന് വെച്ചാൽ ചെറിയൊരു എന്താ പറയുക മില്ലി സെക്കൻഡ് മാത്രമായിരിക്കും ഡിലേ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. എന്നാലും നമുക്ക് പെർഫെക്ഷന് വേണ്ടി ഈ ഒരു ലോ ലേറ്റൻസി മോഡുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 255 Pro Plus നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ ഇല്ലയോ? എന്തായാലും നിങ്ങൾക്ക് തോന്നിയത് നമ്മുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അത് എനിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കും ഉപയോഗപ്രദമാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.